ഒരു ചൈനീസ് AI കമ്പനി ലോകത്തെ ഏറ്റവും ശക്തമായ ചില AI സിസ്റ്റങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന ഒരു പുതിയ മോഡൽ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് GLM 5.2 1 മില്യൺ ടോക്കൺ കോണ്ടെക്സ്റ്റ് വിൻഡോ. അഡ്വാൻസ്ഡ് കോഡിംഗ് കഴിവുകൾ കൂടാതെ മറ്റു പ്രമുഖ ഫ്ലാഗ്ഷിപ്പ് മോഡലുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ നിരക്ക് എന്നിവയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ. പക്ഷേ പേപ്പർലെസ് സ്പെസിഫിക്കേഷനിലല്ല കാര്യം, റിസൾട്ടിലാണ് കാര്യം. അതുകൊണ്ട് ഇന്ന് ഞാൻ GLM 5.2നെ നേരിട്ട് ക്ലോഡ് ഓപ്പസ് 4.8മായി താരതമ്യം ചെയ്യാൻ പോവാണ്. ഒരേ പ്രോംപ്റ്റുകൾ, ഒരേ ടാസ്കുകൾ, എഡിറ്റിങ്ങോ മറ്റൊരു അവസരമൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ ഇവയെ പരീക്ഷിക്കാൻ പോകുന്നത് ഒരൊറ്റ പ്രോംപ്റ്റിലൂടെ ഒരു 3D റൊട്ടേറ്റിംഗ് എർത്ത് നിർമ്മിക്കാൻ പോവുകയാണ്. GLM 5.2 ശരിക്കും ഒരു ശക്തനായ എതിരാളിയാണോ അതൊരു വെറും ഒരു ഹൈപ്പാണോ എന്ന് നമുക്ക് ഇന്ന് നോക്കാം. സോ ഐ എം മുഹമ്മദ് വലീദ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് പറയാം. മുമ്പ് സിപ്പോ AI എന്നറിയപ്പെട്ടിരുന്ന Z.AIയുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് GLM 5.2. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് 1 മില്യൺ ടോക്കൺ കോണ്ടെക്സ്റ്റ് വിൻഡോ ആണ്. ഇതിൽ 2 റീസണിങ് മോഡലുകളുണ്ട്. സാധാരണ ആവശ്യങ്ങൾക്കായി ഹൈ മോഡും അതുപോലെ ഡീപ്പ് തിങ്കിങ്ങും അതുപോലെ സങ്കീർണമായിട്ടുള്ള കോഡിംഗ് ടാസ്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് മാക്സ് മോഡും. പക്ഷേ ഡെവലപ്പർമാർ ഇതിലേക്ക് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു കാരണം മറ്റു പ്രീമിയം മോഡലുകളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ചിലവിൽ വിസ്മയിപ്പിക്കുന്ന കോഡിംഗ് പെർഫോമൻസ് ആണ് ഈ മോഡൽ കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് GLM 5.2 പേപ്പറിൽ മികച്ചതാണോ എന്നതല്ല ചോദ്യം. ഇതാണ്: യഥാർത്ഥ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ മറ്റു AI ടൂളുകളോട് മത്സരിക്കാനുള്ള പ്രാപ്തി ഇതിനുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. ഇന്ന് നമ്മൾ പരീക്ഷിക്കുന്നത് വിഷ്വൽ കോഡിംഗ് കഴിവുകളാണ്. ഒരു സാധാരണ വെബ് പേജോ അല്ലെങ്കിൽ കാൽക്കുലേറ്ററോ ഒന്നല്ല ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു 3D റൊട്ടേറ്റിംഗ് എർത്താണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രോമിൽ വന്നിട്ടുണ്ട്. chat.z.ai എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മൾ എൻ്റർ ആവേണ്ടത്. അതിലാണ് നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ GLM 5.2 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ സാധാരണ ChatGPT ഒക്കെ പോലെയുള്ള യൂസർ ഇൻ്റർഫേസ് തന്നെയാണ്. ഇതിൽ നമുക്ക് നമ്മുടെ പ്രോംപ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ഞാൻ 3D റൊട്ടേറ്റിംഗ് എർത്തിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അത് ഞാനൊന്ന് എൻ്റർ കൊടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 3D ഇമേജ് ആയതുകൊണ്ട് കുറച്ച് ടൈം പിടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം എത്രത്തോളം അത് ടൈം എടുക്കുന്നുണ്ട്. അതുപോലെ എത്രത്തോളം വളരെ മനോഹരമായിട്ടുള്ള റൊട്ടേറ്റിംഗ് എർത്താണ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്, റിസൾട്ട് ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളതും നമുക്ക് നോക്കാം. അതുപോലെ എത്രത്തോളം നല്ല ഭംഗിയുള്ള മനോഹരമായ എർത്താണ് ക്രിയേറ്റ് ചെയ്തിട്ട് കിട്ടുന്നത് എന്നുള്ള റിസൾട്ടും നമുക്ക് നോക്കാം. ഓക്കെ, earth.html എന്ന് പറയുന്ന ഒരു വെബ് പേജ്, ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോഡ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള റൊട്ടേറ്റിംഗ് ആയിട്ടുള്ളത്, നമുക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള, നമുക്ക് ടച്ച് ചെയ്തിട്ട് സൂം ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ഭംഗിയുണ്ട്. അപ്പോൾ ഇതേ കാര്യം തന്നെ ഞാൻ ക്ലൗഡിലും ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റും. ഓക്കെ, സെയിം പ്രോംപ്റ്റ് വെച്ചിട്ട് ഞാൻ ക്ലൗഡിലും ഇതേ കാര്യം തന്നെ എർത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള എർത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് ഔട്ട്പുട്ട് എന്ന് നിങ്ങൾ നോക്കിയിട്ട് വിലയിരുത്തണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് GLMൻ്റെ ഈ ഒരു എർത്ത്, റൊട്ടേറ്റിംഗ് എർത്ത് വളരെ ഭംഗിയുണ്ട്, വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏതാണ് ഏറ്റവും ബെറ്റർ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.